കെ സുധാകരന് ഞരമ്പ് ചുരുങ്ങുന്ന രോഗം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക്. വിദഗ്ധ ചികിത്സയ്ക്കായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഈ മാസം അമേരിക്കയിലേക്ക്. സുധാകരന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കെ വിസയ്ക്ക് അപേക്ഷിച്ച കാര്യം ഓൺലൈനായി നടന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിൽ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം KPCC ഭാരവാഹികളെ അറിയിച്ചു കഴിഞ്ഞു. അധ്യക്ഷന്റെ ചുമതല തൽക്കാലം മറ്റാർക്കും നൽകില്ല. ന്യൂറോ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മാസങ്ങളായി കെ സുധാകരൻ ചികിത്സ തേടുന്നുണ്ട്. അമിതാഭ് ബച്ചന് വന്ന അതേ ന്യൂറോ സംബന്ധമായ രോഗമാണ് കെ സുധാകരന് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അമിതാഭ് ബച്ചൻ ചികിത്സ നേടിയ മുംബൈയിലെ അതേ ഹോസ്പിറ്റലിൽ സുധാകരൻ മാസങ്ങളായി ചികിത്സ തേടിയിരുന്നു. എല്ലാ മാസവും 1-2 തവണ അദ്ദേഹം മുംബൈയിൽ ചികിത്സയ്ക്കായി പോയിരുന്നു. രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന് ഈ ആശുപത്രി നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇത് പോരെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് അമേരിക്കയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ യാത്ര. വിസ ലഭിക്കുന്ന മുറയ്ക്ക് യാത്രാ തീയതി തീരുമാനിക്കും. ആർക്ക് പകരം ചുമതല നൽകുമെന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് KPCC പ്രസിഡന്റിന്റെ ചുമതല തൽക്കാലം ആർക്കും കൈമാറാൻ സാധ്യതയില്ല. അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഹഭാരവാഹികൾ ചേർന്നാകും പാർട്ടിയെ ചലിപ്പിക്കുക. അതേസമയം ശനിയാഴ്ച നടക്കുവാനിരിക്കുന്ന DGP ഓഫീസ് മാർച്ചിന് കെ സുധാകരൻ തന്നെ നേതൃത്വം നൽകും. എന്നാൽ ജനുവരിയിൽ നടത്തുവാനിരിക്കുന്ന KPCC പ്രസിഡന്റിന്റെ കേരള യാത്രയുടെ തീയതി ചിലപ്പോൾ മാറുവാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ നിലവിലെ തമ്മിലടി കണക്കിലെടുത്ത് താൽക്കാലിക ചുമതല ആലപ്പുഴയിൽ നിന്നുള്ള മാമാ ഗോപാലിന് നൽകണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം. പക്ഷേ മാമാ ഗോപാൽ കേരളത്തിൽ വന്നാൽ ഉള്ളതും കൂടെ പോകും എന്നതാണ് അവസ്ഥ. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് KPCC അധ്യക്ഷ സ്ഥാനം നൽകി ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഹൈലൈറ്റ് ചെയ്ത് മാത്യു കൊഴുനാടന് പ്രതിപക്ഷ നേതാവ് സ്ഥാനവും നൽകിയാൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും എന്നതാണ് പബ്ലിക് ഫീഡ്ബാക്ക്. അമിതാഭ് ബച്ചന് വന്ന രോഗം മൈസ്തീനിയ ഗ്രാവിസ് എന്ന ഒരു രോഗമാണ്. ഇതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികളുടെ ഫലമായി അത് നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ പേശികളുടെ ശക്തിക്കുറവാണ് ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നത്. പേശികളുടെ ശക്തി കുറയുന്നതിന്റെ ഭാഗമായി കണ്ണും കഴുത്തും ശരീരവും ഒക്കെ ശരിയായി ചലിപ്പിക്കാനാവാത്ത സ്ഥിതി ഉണ്ടാവാം. ശക്തിക്കുറവ് മൂലം ശ്വാസമെടുക്കുവാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടാകാം. ഹൃദയപേശികളുടെ ശക്തി ക്ഷയിച്ച് ജീവവായു തലച്ചോറിൽ എത്തിച്ചേരാതെ രോഗി അബോധാവസ്ഥയിലേക്ക് വീഴുന്ന സ്ഥിതിയാണ് മൈസ്തീനിയ ക്രൈസിസ്. ഈ ഘട്ടമാണ് ഈ രോഗത്തിന്റെ ഏറ്റവും മാരകമായ അവസ്ഥ. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പേശി ബലഹീനത, ഇരട്ട ദർശനം, തൂങ്ങിക്കിടക്കുന്ന കൺപോളകൾ, സംസാരിക്കുവാൻ ബുദ്ധിമുട്ട്, നടക്കുവാൻ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, ശ്വാസമുട്ട്, വൈകുന്നേരങ്ങളിലാകുമ്പോഴേക്കും കടുത്ത ശരീരക്ഷീണം എന്നിവയൊക്കെയാണ്. മൈസ്തീനിയ ഗ്രാവിസ് ഒരു ദശലക്ഷത്തിൽ 50 മുതൽ 200 വരെ ആളുകളെ ബാധിക്കുന്ന അപൂർവ രോഗാവസ്ഥയാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.